കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മെസ്സേജിലൂടെ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞുതരാൻ പറ്റുമോ, ഡയറ്റ് പ്ലാൻ പറഞ്ഞാൽ. അപ്പോൾ അതൊരിക്കലും നമുക്കെന്തറിയോ, ഒരാൾക്കൊരു ഡയറ്റ് പ്ലാൻ, ഓരോരുത്തരും ഓരോ രീതിയിൽ ഡയറ്റ് പ്ലാനേക്ക് നമ്മൾ ജീവിതശൈലി ഓരോ രീതിയിലാകൊണ്ടാണ് ആ ഡയറ്റ് പ്ലാൻ ഒരിക്കലും നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു ഡയറ്റ് പ്ലാന് നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ഫുഡ് വെച്ചിട്ട് നമുക്കൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞുതരാൻ പോവാണ്. അതുപോലെ ഒരു വർക്കൗട്ട് പ്ലാനും ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ട്. ഇത് ചെയ്താൽ നല്ല രീതിയിൽ വെയിറ്റ് കുറയുകയും ചെയ്യും, നല്ല രീതിയിൽ വണ്ണം കുറയാനും എല്ലാം സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. പല പല രോഗത്തിൽ നിന്ന് മാറാൻ, രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പറ്റിയൊരു ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാനാണ് ഞാൻ പറഞ്ഞത്. രാവിലെ എണീച്ച ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പല്ല് തേക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 4 ഗ്ലാസ് വെള്ളം എടുക്കുക. വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരിക്കലും നിന്ന് നമ്മൾ കുടിക്കരുത്, ഇരുന്ന് തന്നെ നമ്മൾ വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിച്ചാൽ നമുക്കുള്ള ഗുണങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ മലബന്ധമായ അസുഖങ്ങൾ, സ്കിന്നിന്, അതുപോലെ ഹാർട്ടിന് ഒക്കെ നല്ല രീതിയിലാണ് പ്രാധാന്യമുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ടോ അല്ലെങ്കിൽ ചായയിലോട്ടോ പോകണ പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന ചില ഒരു പല പല പലഹാര ഐറ്റങ്ങളൊക്കെ ആയിരിക്കും, ഇഡ്ഡലി, ദോശ, അങ്ങനെ പല പല പലഹാരങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കമ്മിയാക്കാം. ഇപ്പം 3 ഇഡ്ഡലിയോ 4 ഇഡ്ഡലിയോ കഴിക്കുന്നത് എന്ത് ചെയ്യുക, 2 അതിൻ്റെ നേർ പകുതിയാക്കുക. 4 ഇഡ്ഡലി ആക്കി വെച്ചാൽ 2 ഇഡ്ഡലി ആക്കുക. അതിനൊപ്പം നേരെ എന്ത് ചെയ്യുക, പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ, ചെറുപയർ, കടലവർഗ്ഗങ്ങൾ, അങ്ങനെ ചിക്കൻ കറി, അങ്ങനത്തെ എന്തെങ്കിലും കറികൾ കൂട്ടി നമ്മൾ അത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എന്താ വെച്ചാൽ, നേരെ പോകുന്നത് ഒരു 11 മണി 11:30 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നല്ല രീതിയിൽ ജ്യൂസ്, അങ്ങനത്തെ ഐറ്റംസ്, അല്ലെങ്കിൽ ചെറിയൊരു കോഫി അല്ലെങ്കിൽ എഗ്ഗ്, അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യുക 11 മണി ആ സമയത്ത് കഴിക്കാൻ നോക്കുക. അതുപോലെ നേരെ നമ്മൾ പോകുന്ന ലഞ്ച് ടൈമാണ്. ലഞ്ച് ടൈമിൽ മെയിനായിട്ട് എല്ലാവരും ഒരു പ്രശ്നമാണ്, നല്ല രീതിയിൽ ബിരിയാണി, അതുപോലെ നല്ല രീതിയിൽ ചോറ്, മീൽസ് കൂട്ട് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്വാണ്ടിറ്റി കമ്മിയാക്കുക. മെയിനായിട്ട് എന്താ, ചോറ് കഴിക്കുന്നത്, മീൽസ് കഴിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ചോറിൻ്റെ അളവ് കമ്മിയാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മീൽസ് ഐറ്റംസ് മീൻസ് വെജിറ്റബിൾസിന് പല പല കറികളുണ്ട്, അതിൻ്റെയൊക്കെ അളവ് എന്ത് ചെയ്യുക, കമ്മിയാക്കിയിട്ട് അത് കൂടുതൽ കഴിക്കാൻ നോക്കുക. അതിപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കുക. അതാണ് എന്ത് ലഞ്ച് ടൈം ചെയ്യേണ്ടത്. അതുപോലെ നേരെ പോകുന്നത് നമ്മൾ 4 മണി നേരെ എന്താ, ചായ ടൈമാണ്. ചായ ടൈം മെയിനായിട്ടുള്ള ചായ, ഈ കടിവർഗ്ഗങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്, എല്ലാം പലഹാരം കൂടുതൽ കഴിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുക, നേരെ കമ്മിയാക്കിയിട്ട് കോഫി ആക്കുക, അല്ലെങ്കിൽ ചായയുടെ അളവ് കമ്മിയാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ മുട്ട അല്ലെങ്കിൽ പഴം, അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ നോക്കാം. ഇതാണ് എന്ത് 4 മണി ടൈം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകണം എന്താ, ഡിന്നർ ടൈമാണ്. ഡിന്നർ ടൈം എല്ലായിടത്തും പുറത്തു കൂടെ പോയിട്ടുള്ള അൽഫാം കഴിക്കൽ, അതുപോലെ തന്നെ പല പല ഷവായി, അങ്ങനത്തെ കഴിക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് കഴിക്കേണ്ട എന്താ, വെജിറ്റബിൾസ്, നല്ല രീതിയിൽ വെജിറ്റബിൾസ് കഴിക്കാൻ നോക്കുക, ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. കാർബണിൻ്റെ അളവ് നല്ല രീതിയിൽ കമ്മിയാക്കിയിട്ട് എന്ത് ചെയ്യുക, നല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനത്തെ ഒക്കെ നല്ല ഉൾപ്പെടുത്തുക രാത്രി കാലങ്ങളിൽ. അതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഒരാളൊരു 50 കിലോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, 50 ഹരിക്കണം 20. അപ്പോൾ നമുക്ക് എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ കിട്ടും. എന്നിട്ട് ആ വെള്ളം നമ്മൾ ദിവസം കുടിക്കാൻ നോക്കുക, നല്ല രീതിയിൽ ഉറങ്ങാൻ നോക്കുക. നമ്മൾ 6 മണിക്കൂർ എന്ന രീതിയിൽ ഉറങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ വ്യായാമം, നല്ലൊരു പ്രാധാന്യപ്പെട്ടൊരു വ്യായാമം എല്ലാവരും ചെയ്യുക. ഈ കുറേ പേര് നമുക്ക് കാണാം, രാവിലെ എണിച്ചാൽ കുറേ പേര് നടത്തം കാണുന്നുണ്ട്. നടത്തം നമുക്ക് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ആ നടത്തം നമ്മൾ കുറച്ച് വെയിറ്റ് ട്രെയിനിങ്ങും ജിമ്മിലോടൊക്കെ കയറിയിട്ട് വ്യായാമങ്ങൾ കൂടുതൽ ചെയ്യാൻ നോക്കുക. പല പല നമുക്ക് പ്രായം കൂടുന്തോറും മസിലിൻ്റെ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മസിൽ ലോസ് സംഭവിക്കാതിരിക്കുന്ന കുറച്ച് വർക്കൗട്ടുകൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നടത്തം മാത്രമായിട്ടൊരു വ്യായാമം കണക്കൂട്ടരുത്. നമ്മൾ ചെറിയ വ്യായാമത്തിലൂടെ തന്നെ എന്ത് ചെയ്യുക, ജിമ്മിലോട്ട് ചെന്ന് ചെറിയ വെയിറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മസിൽസ് സ്ട്രോങ് ആക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഹെൽത്ത് ഇമ്പ്രൂവ് ആകും, നമ്മൾ പല പല അസുഖങ്ങളില്ലാതിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് എക്സസൈസ്, ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്, നല്ല രീതിയിൽ എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ ചെയ്യാം. ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് എക്സസൈസുകൾ ചെയ്ത് നോക്കുക, ഫുഡ് കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഡയറ്റിനൊപ്പം 2-3 വർക്കൗട്ട് ഉണ്ട്. ആ വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാം, ഫ്രീ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റിയ എക്സസൈസാണ്. ആദ്യത്തെ എക്സസൈസ് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മൾ ഒരു നിൽക്കുന്ന സ്ഥലത്ത് തന്നെ റൺ ചെയ്യുക കേട്ടോ. ഫ്രീ ആയിട്ട് ഇങ്ങനെ റൺ ചെയ്യാം കേട്ടോ. ഇത് ഒരു 50 വെച്ചിട്ട് ഒരു 4 റൗണ്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. മൊത്തത്തെ എക്സസൈസ് എന്താ പറഞ്ഞാൽ ജമ്പിങ് ജാക്സിൻ്റെ ഒരു വേറെ രൂപമാണ് കേട്ടോ. നമ്മളിങ്ങനെ നിൽക്കുക കേട്ടോ. 1 ഇങ്ങനെ എന്ത് ചെയ്യാം, 2 ഫ്രണ്ടിലോട്ട് 1 2 1 2. ഇത് നമ്മൾ എന്ത് ചെയ്യുക, 20 വെച്ചിട്ട് 4 റൗണ്ട് ചെയ്യുക കേട്ടോ. മൂന്നാമത്തെ എക്സസൈസ് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുക, കാലുകൾ ചേർത്ത് വെച്ചിട്ട് കണ്ടോ, സൈഡ് ബോഡി സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ഇതൊരു 10 പ്രാവശ്യം ചെയ്യാം. ഈ 10 പ്രാവശ്യം കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുക കണ്ടോ, ഫ്രണ്ടിലോട്ട്. ഇത് നമ്മൾ 10 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ അത് 4 റൗണ്ടായിട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഡയറ്റിൻ്റെ ഒപ്പം നമ്മൾ ഈ വർക്കൗട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കാണും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ.